കെ സുരേന്ദ്രൻ തുടരുമോ അതോ പുതിയ പ്രസിഡന്റ് വരുമോ? ബി.ജെ.പി. അധ്യക്ഷനെ ഇന്നറിയാം. കോർ കമ്മിറ്റിയിൽ ദേശീയ നേതൃത്വം തീരുമാനം അറിയിക്കും. സുരേന്ദ്രൻ അല്ലെങ്കിൽ പട്ടികയിൽ എം.ടി. രമേശും ശോഭാ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖറും. ഡൽഹി ജഡ്ജിയുടെ വീട്ടിൽ കത്തിയ നോട്ടുകളുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് സുപ്രീം കോടതി. ആഭ്യന്തര അന്വേഷണം തുടർന്നു. ജഡ്ജി യശ്വന്ത് വർമ്മയെ ജുഡീഷ്യൽ ജോലികളിൽ നിന്ന് മാറ്റി നിർത്തി. കോഴിക്കോട് പൂവാട്ടുപറമ്പിലെ 40 ലക്ഷം രൂപ കവർച്ച നാടകം. പരാതിക്കാരൻ ഉൾപ്പെടെ 2 പേർ പിടിയിൽ. പ്രതികളെ കുടുക്കിയത് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം. ആശാവർക്കർമാർ നാളെ കൂട്ടനിരാഹാരത്തിന്. രാപ്പകൽ സമരം 42ാം ദിവസത്തിലേക്ക് കടന്നു. 3 പേരും നിരാഹാര സമരം തുടരുന്നു. തൊടുപുഴ ബിജു ജോസഫ് കൊലപാതക കേസിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതികൾ ക്രൂരമായി മർദ്ദിച്ചെന്ന ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. ബിജുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ രാവിലെ തുടങ്ങും. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് ആശുപത്രി വിടും. വത്തിക്കാനിലെ വസതിയിലേക്ക് മടങ്ങുന്ന പാപ്പയ്ക്ക് 2 മാസത്തെ വിശ്രമം. വിശ്വാസികളെ മാർപ്പാപ്പ ഇന്ന് ആശുപത്രിയിൽ നിന്ന് ആശീർവദിക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ VM സുധീരൻ. തോറ്റത് സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ച കൊണ്ട്. ഇതിനെക്കുറിച്ചൊന്നും അത്ര കൂടുതലായി പറയുന്നില്ല. ഒരു കാര്യം ശരിയാണ്, നല്ല സ്ഥാനാർത്ഥി നിർണയം, ജനസ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥികൾ. പാർട്ടി തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥികളെ കാലുവാരാതെ നോക്കണമെന്നും സുധീരൻ ന്യൂസ് 18 Q18-ൽ.